കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു വെച്ചത് ഏത് പുസ്തകത്തിനെ കുറിച്ച് ഒരു ചോദ്യത്തോടു കൂടിയാണ് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു വെച്ചത് ഏത് പുസ്തകം എന്ന് ലാമിറ ബെലെ എന്നാണ്. ലാമിറ ബെലെ എന്ന് പറഞ്ഞാൽ ഏത് ഭാഷയിൽ എഴുതിയ പുസ്തകം? ഏത് ഭാഷയിൽ? ഫ്രഞ്ച് ഭാഷയിൽ എഴുതിയ പുസ്തകം എന്നല്ലോ. ലാമിറ ബെലെ എഴുതിയത് ആര്? വിക്ടർ ഹ്യൂഗോ. ഹ്യൂഗോ ഹരിയുടെ അടിയക്കൂടി ആഴത്തിന് ഹ്യൂഗോ. വിക്ടർ ഹ്യൂഗോ എഴുതിയ ലാമിറ ബെലെ തന്നെയല്ലോ ഫ്രഞ്ച് ഭാഷയിൽ. അതിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷയുടെ പേര് ദ പുവർ. പുവർ എന്ന് പറഞ്ഞാൽ പാവം. ദ പുവർ. അതിൻ്റെ മലയാളം പരിഭാഷ പാവങ്ങൾ. ഇങ്ങനെ പാവങ്ങൾ. മലയാള പരിഭാഷ നടത്തിയതാര്? നാലപ്പാട് നാരായണ മേനോൻ. നാലപ്പാട് നാരായണ മേനോനെ അറിയാമോ? നമ്മളെ ബാലാമണി അമ്മയെ കേട്ടിട്ടുണ്ടോ? കവയത്രി. മലയാളത്തിലെ കവയത്രികളുടെ മുത്തശ്ശിയായ കവയത്രി. ആ ബാലാമണി അമ്മയുടെ അമ്മാവനാണ് നാലപ്പാട് നാരായണ മേനോൻ. പ്രസിദ്ധമായ കണ്ണുനീർ തുള്ളിയൊക്കെ എഴുതിയ കവി എന്ന് പറയാൻ ഇപ്പം നമുക്ക് സമയം കിട്ടില്ല. ഓക്കെ, ഇവിടെ പാവങ്ങൾ എന്ന കൃതിയിലെ ഒരു ചെറിയ സന്ദർഭമാണ് നമുക്ക് പഠിക്കാനുള്ളത്. അത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തന്നല്ലോ. ഇനി ഈ കൃതിയിലെ നെടും തൂണായി നിൽക്കുന്ന ഒരു കഥാപാത്രത്തിന്റെ പേരേത്? പാവങ്ങൾ എന്ന കൃതിയിലെ നായക കഥാപാത്രം, നെടും തൂണായി നിൽക്കുന്ന കഥാപാത്രത്തിന്റെ പേരെന്ത്? ഇഴാൻ വാൽ ഇഴാൻ. എന്താണ്? ഇഴാൻ വാൽ ഇഴാൻ. നോക്കൂ, അതിന്റെ ഇംഗ്ലീഷ് പേര്, അതിന്റെ മലയാളം ഇംഗ്ലീഷ് പേര് മലയാളത്തിൽ കൊടുത്തിട്ടുണ്ട്. എന്താണ്? ജീൻ വാൽജി. ഇങ്ങനെ ജീൻ വാൽജി. ഇഴാൻ വാൽ ഇഴാൻ ആണ് ജീൻ വാൽജി. അപ്പോൾ ഇതിലെ നായക കഥാപാത്രമാര്? ജീൻ വാൽജി. ഓക്കെ, ജീൻ വാൽജി ആരായിരുന്നു? ഒരു മരം വെട്ട് തൊഴിലാളി. മരം വെട്ടെന്ന് പറഞ്ഞാൽ ടാപ്പിക്കല്ല, വിറവ് കീറാനും മുറിക്കാനും മരം മുറിക്കാനും ഒക്കെ പോണ തൊഴിലാളി, വിറവ് കീറിക്കൊണ്ടൊന്ന് വിൽക്കുന്ന തൊഴിലാളി. മനസ്സിലായില്ലേ? അയാൾ ജയിലിൽ പോവാൻ കാരണമെന്ത്? റൊട്ടി മോട്ടിച്ചത്. എന്തിനാണ് റൊട്ടി മോട്ടിച്ചത്? സഹോദരിയുടെ മക്കൾ പനി പിടിച്ച് വിഷമിച്ച് പട്ടിണി കിടന്നപ്പോൾ അവർക്ക് ആഹാരത്തിന് വേണ്ടി ഒരു മാർഗവും കിട്ടാതെ വന്ന സമയത്ത്, സഹോദരിക്ക് എത്ര മക്കൾ? 7 മക്കൾ. എല്ലാം കുഞ്ഞു കുട്ടികൾ. മനസ്സിലായില്ലേ? അന്ന് ഒരു വീട്ടിലെ 7 പേർക്ക് ആവാമല്ലോ മക്കൾ. ഇന്നത്തെ പോലെ നിയന്ത്രണമില്ലല്ലോ. അതിന്റെ പേരിൽ എത്ര വർഷം ജീൻ വാൽജി ജയിൽ ശിക്ഷ അനുഭവിച്ചു? 19 വർഷം. എത്ര വർഷം? 19 വർഷം. ജീൻ വാൽജി അത്രയ്ക്കും ഭയങ്കരമായ തെറ്റ് ചെയ്തോ? കള്ളനോട്ടടിച്ചോ? ഭവനഭേദനം നടത്തിയോ? ഭവനഭേദനം ഏതെങ്കിലും വീട്ടിൽ ആക്രമിച്ചു കയറിയോ? വീട്ടുകാരെയൊക്കെ നശിപ്പിച്ചോ? ആരെങ്കിലും കൊലപാതകം ചെയ്തോ? രാജ്യദ്രോഹപരമായ കുറ്റം ചെയ്തോ? ഇല്ല. പിന്നെന്താണ്? 1-2 കഷ്ണം റൊട്ടി മോട്ടിച്ചു. ശരിക്കും പറഞ്ഞാൽ വിശക്കുന്നവന് അവന്റെ മുമ്പിൽ ഏറ്റവും വലിയ ആഹാരമാണ്. അപ്പോൾ അവൻ യഥാർത്ഥ ദൈവത്തിനെ മോഷ്ടിച്ചു അല്ലേ? അല്പം ആഹാരത്തിന് വേണ്ടി, അത് തനിക്ക് വേണ്ടിയല്ല. പട്ടിണി പിടിച്ച് തളർന്ന് കിടക്കുന്ന, പനി പിടിച്ച് തളർന്ന് കിടക്കുന്ന പട്ടിണിക്കാരായ കുഞ്ഞുങ്ങൾക്ക്, സഹോദരിയുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി എനിക്ക് ജോലിയില്ലാതെ വന്ന സമയത്ത്
പിന്നെ എന്തിനാ ഇത്രയും കാലം ശിക്ഷിച്ചത്? 5 വർഷമായിരുന്നു ശിക്ഷ, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. പക്ഷേ ഈ കുഞ്ഞുങ്ങളെ കാണാനുള്ള ആവേശം കൊണ്ട് ജയിൽ ചാടാൻ ശ്രമിച്ചപ്പോൾ അത് 5ആയി. പിന്നെ കൂടി 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 പിന്നെ 8, 9 ഒക്കെ ആയി. പിന്നെ 3 വർഷം വെച്ച് ജയിൽ ചാടാൻ ശ്രമിച്ചപ്പോഴൊക്കെ ശിക്ഷ കൂടി കൂടി വന്ന് 19 വർഷമായി. ജീൻ വാൽജീൻ ജയിൽ ശിക്ഷ കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ അവര് അന്നത്തെ ഗവൺമെന്റ് അവർക്ക് ചില രീതികളൊക്കെ ഉണ്ട്. ആ രീതി അനുസരിച്ച് എന്ത് ചെയ്യണം? ജയിൽ മോചിതനായ കുറ്റവാളിയുടെ കയ്യിൽ അവൻ കുറ്റവാളിയാണ്, ജയിലിൽ കിടന്നവനാണ് എന്ന് കാണിക്കാൻ വേണ്ടി ഒരു കാർഡ് കൊടുക്കണം. മനസ്സിലായില്ലേ? ചില ബിസിനസ്സുകാരൊക്കെ വരും, ഞാൻ ഇന്ന കമ്പനിയുടെ ആളാണെന്ന് അറിയിക്കാൻ എന്തെങ്കിലും ഒരു കാർഡ് കാണിക്കും. ഞാൻ പ്രഗത്ഭനായ ആളാണെന്ന് അറിയാൻ വേണ്ടി സർക്കാരിന്റെ അംഗീകാരമുള്ള കാർഡ് കാണിക്കും, അല്ലേ? അതുപോലെ ഇവൻ കാണിക്കുന്ന കാർഡ്, ഞാൻ ജയിലിൽ കിടന്നവനാണ്, ജയിൽ പുള്ളിയായിരുന്നു, ഇവനെ സൂക്ഷിക്കണം എന്ന് മറ്റുള്ളവർ തിരിച്ചറിയാൻ വേണ്ടി. എന്നിട്ട് പരസ്യം ചെയ്തു ഇങ്ങനെ പെരും കുറ്റവാളിയായി ഇറങ്ങിയിട്ടുണ്ട്, അവനെ സൂക്ഷിക്കുക. അങ്ങനെ അവൻ പലയിടത്തും ആഹാരത്തിന് ശ്രമിച്ചു, പലയിടത്തും പോയി കിടക്കാൻ നോക്കി, നിവൃത്തിയില്ലാതെ വന്നു, എല്ലായിടത്തും ഓട്ടിച്ചു, പട്ടിയെ കൊണ്ട് കഴിപ്പിക്കാൻ നോക്കി. അങ്ങനെയൊക്കെ വന്ന് അവസാനം എന്ത് ചെയ്തു? ഒരു പ്രായം ചെന്ന സ്ത്രീയുടെ നിർദ്ദേശപ്രകാരം അവൻ ഒരു മെത്രാന്റെ വീട്ടിന്റെ മുൻപിലെത്തി, ആ വീട്ടിൽ കയറി. മനസ്സിലായില്ലേ? ഇതുവരെയല്ലേ ഞാൻ പറഞ്ഞത്? ഇനി ശ്രദ്ധിക്കാൻ ഞാൻ 5 മിനിറ്റ് കൊണ്ട് ഈ പാഠം തീർക്കും. ബാക്കി നിങ്ങൾ പുസ്തകം വായിച്ചിട്ട് നിങ്ങൾക്ക് സംശയം ഉണ്ടാകണം. സംശയം തീർക്കുകയല്ല വേണ്ടത്, നിങ്ങൾക്ക് സംശയം ഉണ്ടാകണം. അങ്ങനെ സംശയം ഉണ്ടാകുമ്പോഴേ നിങ്ങൾക്ക് അതിന് പരിഹാരം കാണാൻ എന്നോട് ചോദിക്കാൻ പറ്റൂ. പറഞ്ഞ മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടാകണം. വായിച്ചാലേ സംശയം ഉണ്ടാവൂ. എന്ത് ചെയ്തു? ഞാൻ പറഞ്ഞു, അവിടെ എല്ലാ കവാടവും തുറന്നിടുന്ന ആളാണ് മെത്രാനെങ്കിലും ആ കവാടത്തിന്റെ നടുക്ക് ചില ഓഫീസിലേക്ക് ഒരു അരക്കഥ പോലെ കാണുമല്ലോ, അതിങ്ങനെ അടഞ്ഞു കിടക്കും. ആ കഥയിൽ ചെന്നവൻ മുട്ടി. എന്താ മെത്രാൻ പറഞ്ഞത്? യെസ് കമ്മിങ്, കടന്നു വരൂ. ഇവന് അത്ഭുതം തോന്നി. ഉറങ്ങി ഓടറാ എന്ന് പറഞ്ഞില്ല, പട്ടി അഴിച്ചു വിട്ടില്ല, വരട്ടിയില്ല, ഭൃത്യനെ കൊണ്ട് വരട്ടി വിടിയിച്ചില്ല. ഇവൻ ചെന്നപ്പോൾ ഭക്ഷണത്തിന് തയ്യാറായിരിക്കുകയാണ് മെത്രാൻ. മെത്രാന്റെ സഹോദരിയും പരിചാരകരും ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ പുസ്തകം വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എന്ത് ചെയ്ത്? ഇവനെ സൽക്കരിച്ച് ഇരിക്കാൻ പറഞ്ഞു. നീ എവിടുന്ന് വന്നു, നീ ആരെ, ഒന്നും ചോദിച്ചില്ല. ഇവൻ പറഞ്ഞു, എനിക്ക് വേണ്ടത് അല്പം ആഹാരമാണ്. ഇരിക്കാൻ പറഞ്ഞിട്ട് നല്ല വലിയ പാത്രമൊക്കെ അങ്ങോട്ട് നേരത്തെ വരച്ചിരുന്നു മെത്രാൻ കഴിക്കുന്നു. അവിടെ ഇവനെ ഇരുത്തി വിശിഷ്ടമായ പാത്രങ്ങളിൽ വിശിഷ്ടമായ ഭക്ഷണങ്ങൾ വിളമ്പി. അത് കുത്തി തിന്നാനായിട്ടുള്ള മുള്ള്, പോർക്ക്. മനസ്സിലായില്ലേ? ഇവനാണെങ്കിലോ വാരി വലിച്ചു തിന്നും. ജയിലിൽ കിടന്ന് പട്ടിണി കിടന്ന് കഷ്ടപ്പെട്ടു അവിടുന്നൊക്കെ ഇറങ്ങി പട്ടിണി കിടന്ന് തെരുവിലൂടെ നടന്ന് അലഞ്ഞ് വരുന്നതല്ലേ. ഇവൻ വയറ് നിറച്ച് ആഹാരം കഴിച്ചു. ഇവൻ മെത്രാനോട് പറഞ്ഞു, ഞാൻ ആരാണെന്ന് ചോദിച്ചില്ലല്ലോ, ഞാൻ ഇങ്ങനെ ജയിലിൽ കിടന്നവനാണ്, എല്ലാവരും വെറുക്കപ്പെട്ടവനാണ്. മെത്രാൻ അതൊന്നും ചോദിച്ചില്ല. മെത്രാൻ അതൊന്നിലൊന്നും വലിയ കാര്യം ഇല്ല, നീയും ദൈവത്തിന്റെ സന്തതിയാണ് എന്നാണ് മെത്രാൻ തീരുമാനിച്ച് പറഞ്ഞത്. അത് കഴിഞ്ഞ് ഇവന് ആഹാരമൊക്കെ കൊടുത്തിട്ട് ഉറങ്ങാൻ വേണ്ടി ഒരു മുറിയും കൊടുത്തു. അലച്ചൊക്കെ ജയിലിലെ മൂട്ട കടിയൊക്കെ കൊണ്ട് 19 വർഷം കിടന്ന് അത് ശീലിച്ചവന് നല്ല മെത്തേക്ക് വിരിച്ച് കാട്ടിലിൽ കിടന്നങ്ങോട്ട് ഉറങ്ങാൻ കിടന്ന ഉറക്കം വരുമോ? അപ്പോഴും അവൻ ആലോചിക്കുന്നത് തന്റെ സഹോദരിയുടെ മക്കൾ ആഹാരം കഴിച്ചോ, അവർക്ക് ഉറങ്ങാൻ കഴിയുന്നുണ്ടോ എന്നൊക്കെയാണ്. അങ്ങനെ കിടന്നവൻ ഒരു പരുവത്തിൽ ഉറങ്ങാതെയൊക്കെ കിടന്നു. പാതിരാത്രിയിൽ എല്ലാവരും ഉറങ്ങാറായപ്പോൾ അവൻ എണീറ്റു. തൊട്ടടുത്ത മുറിയില് കതകിലൊന്ന് അമർത്തി നോക്കി. ആ കതക് പതുക്കെ പതുക്കെ തുറന്നു. ചെറിയൊരു ഞരക്കം.
അവന് പേടി ആരെങ്കിലും കേട്ടിട്ടുണ്ടാകും. ആ മുറിക്കകത്തോട്ട് കയറിയപ്പോഴേ, എന്നെ വിശദീകരിച്ചൊന്നും പറയാനില്ല, സമയമില്ലാത്തതുകൊണ്ട്. അത് വിക്ടർ ഹ്യൂഗോ നല്ല സുന്ദരമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. വലിയ പാത്രങ്ങൾ, സ്പൂണ്, മറ്റേ മറിച്ച് എത്തിയിരിക്കുന്ന എല്ലാ വിലപിടിപ്പുള്ള പാത്രങ്ങളൊക്കെയാണ്. ഇതെല്ലാം അടിച്ചു മാറ്റി. ഇതെല്ലാം എന്ത് ചെയ്തു? നേരം വെളുക്കുന്നതിന് മുമ്പ് സ്ഥലം വിട്ടു. മുൻവശത്തുള്ള ഗേറ്റിൽ കൂടെയാണാവാൻ പോയത് അല്ല, പൂന്തോട്ടത്തിന്റെ ഭാഗത്തുള്ള മതില് ചാടി അവൻ പോയി. രാവിലെ മെത്രാനിങ്ങനെ നടക്കാൻ ഇറങ്ങിയപ്പോൾ പരിചാരകൻ പറയുന്നത് ചെടിച്ചട്ടി മറിഞ്ഞു കിടക്കുന്നു, മതിൽ ചാടി പോയിരിക്കുന്നു. ആരാണ് ഇങ്ങനെ മതിൽ ചാടി പോയത്? അപ്പോഴാണ് നോക്കിയപ്പോഴും ഒരു ചെടി ഒടിഞ്ഞിട്ടുണ്ട്. കഷ്ടം, ആ ചെടി ഒടിഞ്ഞതിലും എത്ര വലിയ വേദന, വലിയ പ്രയാസം. അങ്ങനെ പരിചാരകൻ സംസാരിക്കുന്നു, ഇങ്ങനെ ചാടിപ്പോയി ഇതിനെ കുറിച്ചൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ്, ഞാൻ ചുരുക്കി പറയാണ്, മെത്രാന്റെ അടുത്തേക്ക് കുറച്ച് പോലീസുകാർ വരുന്നു. ആ കൂട്ടത്തിൽ ഇവനെ പിടിച്ചു കെട്ടി കൊണ്ടുവരുന്നു. ആര്? ജീൻ വാൽജീൻ. വലിയ പരിഭവം, മുഖത്തൊരു ലഭ്യത, ഒരു കുറ്റബോധം. ഇന്നലെ എനിക്ക് ആഹാരം തന്ന മനുഷ്യൻ, ആ മനുഷ്യന്റെ അവിടെ നിന്നാണല്ലോ താൻ മോഷ്ടിച്ചത്. എങ്കിലും ശരി, അവന് ഒരു വലിയ കൂസലൊന്നുമില്ല. ഞാൻ കള്ളം തന്നെ, ഞാൻ ഇങ്ങനെയൊക്കെ മോഷ്ടിക്കരുത്, അതൊക്കെ എൻ്റെ ശീലം തന്നെ എന്നൊരു ഭാവം മുഖത്തുണ്ട്. മനസ്സിലായില്ലേ? പോലീസുകാരെ കൊണ്ടുവന്നിട്ട് ചോദിച്ചു, അങ്ങയുടെ ഈ ഭവനത്തിൽ നിന്ന് ഇതെല്ലാം ഇവൻ മോഷ്ടിച്ചതാണ് എന്ന് ഞങ്ങൾ സംശയിക്കുന്നു. ഞങ്ങൾ കൈയുടനെ ഇവനെ പിടിച്ചു, അങ്ങനെ അടുത്തേക്ക് കൊണ്ടുവന്നതാണ് എന്ന് അവർ വലിയ ആവേശത്തിൽ പറയുകയാണ്, വലിയ ആഹ്ലാദത്തിൽ പറയുകയാണ്. ഞങ്ങൾ ആ പെരുങ്കള്ളനെ പിടിച്ചു, ഇവൻ പെരുങ്കള്ളനാണ്. മെത്രാൻ ഒന്ന് നോക്കി. മെത്രാൻ നോക്കിയിട്ട് പറഞ്ഞു, നിങ്ങൾ ചെയ്തത് എത്ര തെറ്റാണ്. നിങ്ങൾ എന്തിനാണ് അവനെ പിടിച്ചോണ്ട് വന്നത്? അല്ല, ഈ സ്പൂണും ഈ സാധനങ്ങളും എല്ലാം അങ്ങനെയുള്ളതല്ലേ? അതെ, ഇതിപ്പോ എനിക്കുള്ളതല്ല, പിന്നെ ഇതെല്ലാം അവനുള്ളതല്ലേ? അവൻ ഇവിടുന്ന് മോഷ്ടിച്ചതല്ലേ? കൊള്ളാം. എത്ര ചിരിച്ചിട്ടുണ്ട്. ഞാൻ ഇതെല്ലാം അവന് കൊടുത്തതാണ്. അവന് മോഷ്ടിച്ചെന്ന് ആര് പറഞ്ഞു? ഇതെല്ലാം ഞാൻ അവന് കൊടുത്തതാണ്, അവന് സമ്മാനിച്ചതാണ്. അവനെ നിങ്ങൾ മോഷ്ടാവെന്നും പറഞ്ഞ് പിടിച്ചുകൊണ്ട് വന്നോ? കഷ്ടമായി പോയി, ഞാനിത് അവനെ കൊടുത്തതാണ് എന്ന് പറഞ്ഞ് എളിഭ്യരായി പോലീസ് ഉദ്യോഗസ്ഥന്മാർ തിരിച്ചുപോയി. ഇവൻ അത്ഭുതത്തോടു കൂടി നിന്നു. പരീക്ഷ ചോദിക്കാൻ അവന്റെ മുഖത്തുണ്ടായ വികാരമുണ്ട്. അപ്പോൾ അത്ഭുതം, ഇത് അത്ഭുതം, നിരാശയാണോ അല്ലേ ഒക്കെ ചോദിക്കും പരീക്ഷയ്ക്ക്. പിന്നെ മെത്രാൻ അവനെ എന്ത് ചെയ്ത്, നീ ഇത്രയും മാത്രമേ കൊണ്ടുവരുള്ളൂ, അതാ ഈ മെഴുതിരിക്കാല് വെള്ളിയിലുള്ള, ഇതും കൂടെ നിനക്ക് ഞാൻ വച്ചേക്കില്ലായിരുന്നു, ഇതും കൂടെ കൊണ്ടു എന്നും പറഞ്ഞു കൊടുത്തു. അവന് അത്ഭുതം തോന്നി, അവന് കുറ്റബോധം തോന്നി, അവന് ഭയങ്കരമായ ശിക്ഷ കിട്ടി. ഒരു കോടതിയും വിധിക്കാത്ത ശിക്ഷ. 19 വർഷം ജയിലിൽ കിടന്ന അവനിൽ ഒരു മാറ്റവും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. എങ്കിൽ ഇപ്പൊ ഇതാ അവനിൽ മാറ്റമുണ്ടായി, അവന് പരിവർത്തനമുണ്ടായി. 19 വർഷത്തെ ജയിൽ ശിക്ഷ കൊണ്ട് അവൻ കൂടുതൽ പെരുങ്കള്ളനായി. എങ്കിൽ ഇപ്പം മെത്രാന്റെ ഒരു നിമിഷത്തെ പ്രവർത്തനം കൊണ്ട്, സംസാരം കൊണ്ട്, ഇടപെടൽ കൊണ്ട് അവന്റെ മനസ്സിൽ പരിവർത്തനം വന്നു. അവൻ നല്ലവനായി, നാടിന്റെ സേവനത്തിന് വേണ്ടി പോയി. അവന് വന്നാൽ മാറ്റം ബാക്കിയൊക്കെ പറയാൻ എനിക്കിപ്പോ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. എന്താണെന്ന് തന്നെ അവൻ ലോകം അറിയപ്പെടുന്ന ആളായിട്ട് മാറി, എല്ലാവരും ആദരിക്കുന്ന ആളായിട്ട് മാറി. ഇവിടെ ശ്രദ്ധിക്കേണ്ടതൊന്ന്, നമുക്ക് പരീക്ഷയ്ക്ക് വേണ്ടതൊന്ന്, നമുക്ക് പഠിക്കാനുള്ള ഒരു കാര്യം, എന്താണ് ഈ നോവലിന്റെ പ്രത്യേകത? എന്താണ് വിക്ടർ ഹ്യൂഗോ ലോകത്തിന് കൊടുക്കുന്ന സമ്മാനം? ശ്രദ്ധിച്ച് കേട്ടണം.
തിന്മയിലൂടെയെല്ലാം പരിഹാരം കാണേണ്ടത്. നന്മയിലൂടെയും സ്നേഹത്തിലൂടെയുമാണ് തിന്മയിൽ നിന്ന് മനുഷ്യനെ മുക്തനാക്കേണ്ടത്. ചെറിയ കള്ളം ചെയ്തു പോകുന്നവനെ വലിയ കള്ളനാക്കി മാറ്റുന്ന നിയമവും നീതിയും അല്ല നമുക്ക് വേണ്ടത്. അവന്റെ മാനസിക പരിവർത്തനം വരുത്തി അവനെ നന്മയിലേക്ക് തിരിച്ചു വിടുകയാണ് വേണ്ട എന്ന ഗുണപാഠമാണ് നമുക്ക് ഈ പാഠത്തിൽ നിന്ന് കിട്ടേണ്ടത്. ഇതാണ് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. അപ്പോൾ തിന്മ കൊണ്ടല്ല ശിക്ഷിക്കേണ്ടത്, തിന്മയെ നന്മയും സ്നേഹവും കൊണ്ട് ശിക്ഷിച്ച് നന്നാക്കിയെടുക്കാൻ ശ്രമിക്കണം. ഇതാണ് മെത്രാൻ പഠിപ്പിച്ചത്. പറഞ്ഞ് മനസ്സിലായല്ലോ? സമയമില്ലാത്തതിനെ നിർത്തുന്നു. പുസ്തകം ഭംഗിയായിട്ട് വായിക്കണം. 10ാം ക്ലാസ്സുകാർക്ക് എല്ലാവർക്കും ആശംസ.